ഗായകൻ വേടനെതിരെയുള്ള ബലാത്സംഗ കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിൽ പോലീസ്. പീഡനം നടന്നതായി പറയുന്ന ഇടങ്ങളിലെത്തി പോലീസ് പരിശോധന നടത്തും. അതിനിടെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന വാദമുയർത്തി മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ ഹൈക്കോടതിയിലെത്തി. കേസ് ഈ മാസം 18-ന് പരിഗണിക്കും. വേടനെതിരെയുള്ള ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മൊഴിപ്പകർപ്പ് വിശദമായി പരിശോധിക്കുന്നതിനൊപ്പം കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് തൃക്കാക്കര പോലീസ്. കോഴിക്കോടും കൊച്ചിയിലും വെച്ച് വേടൻ പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. 2021-23 കാലഘട്ടത്തിലായിരുന്നു സംഭവം. പരാതിയിൽ പറയുന്ന സ്ഥലങ്ങളിലെത്തി പോലീസ് അന്വേഷണം നടത്തും. വേടന് പണം നൽകിയിരുന്നതായും പരാതിയിലുണ്ട്. അക്കൗണ്ട് ഇടപാടുകളുടെ തെളിവുകളും പോലീസിന് അനിവാര്യമാണ്. കേസിലെ സാക്ഷികളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് വേടനെ വിളിപ്പിക്കാനും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുമാണ് പോലീസ് നീക്കം. അന്വേഷണം പുരോഗമിക്കുന്നതായി തൃക്കാക്കര ACP. കേസ് അന്വേഷിക്കുന്നു. ഞാനോ? നമുക്ക് ഇന്റിമേഷനൊന്നും വന്നിട്ടില്ല. അതിനിടെ താൻ നിരപരാധിയാണെന്ന വാദവുമായി വേടൻ ഹൈക്കോടതിയിലെത്തി. പരാതിക്കാരിയുടെ ആരോപണം വാദത്തിന് അംഗീകരിച്ചാൽ പോലും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ആരാധിക എന്ന നിലയിലെത്തി പിന്നീട് വലിയ അടുപ്പം ഉണ്ടായെന്നാണ് അവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനക്കുറ്റം നിലനിൽക്കില്ല. തന്നെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ഇവർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ജാമ്യാപേക്ഷയിൽ വേടൻ പറയുന്നു. ഹർജിയിൽ പോലീസിനോട് കോടതി വിശദീകരണം തേടി. കേസിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ട് നിർണായകമാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.